ചാപ്റ്റർ 5ന്റെ 29ാമത്തെ ക്ലാസ് ആണ്. എല്ലാവർക്കും സ്വാഗതം. ഈ സെക്ഷനിൽ നമ്മളൊരു ഇമ്പോർട്ടന്റ് ടൈപ്പ് ഡിഫറൻഷിയേഷൻ പറയാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കട്ടോ. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് ഫോർമുലകൾ ഒന്ന് പറയാം. d by dx of x raised to n, where n is a constant. പ്ലസ് വണ്ണിലെ കേട്ട ഫോർമുലയാണ്. n into x raised to n minus 1 നമുക്കറിയാം. അതായത് വേരിയബിൾ റേസ്ഡ് ടു കോൺസ്റ്റന്റ്. എക്സ് വേരിയബിൾ ആണ്, n കോൺസ്റ്റന്റ് ആണ്. ആ ടൈപ്പ് ഡിഫറൻഷിയേഷൻ നമുക്കറിയാം. പിന്നെ സെക്കൻഡ് ഇയറിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ നമ്മൾ വീണ്ടും പറഞ്ഞിരുന്നു. ഡി ബൈ ഡി എക്സ് ഓഫ് ഈ ടൈപ്പ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ടൈപ്പ് a raised to x exponential function to the base a. എന്തായിരുന്നു ഫോർമുല? ഇതിൽ വരില്ല പറഞ്ഞിരുന്നു ഞാന്. ഇതിന്റെ ഫോർമുല a raised to x into log a to the base e. അതിൽ തന്നെ e raised to x ആവുമ്പോ e raised to x into log e to the base e 1 ആവുമ്പോ അത് e raised to x മാത്രമേ ഉണ്ടാവുള്ളൂ, അതറിയാം. ഇനിയിപ്പോ നമ്മുടെ ഒരു പ്രശ്നം ഇതാ. d by dx of x raised to x അല്ലെങ്കിൽ d by dx അഥവാ ഡെറിവേറ്റീവ് ഓഫ് sin x raised to cos x. എന്താണ് ഈ പറഞ്ഞ രണ്ടിൽ നിന്നും ഇതിനുള്ള വ്യത്യാസം? ഇത് ഞാൻ പറഞ്ഞു വേരിയബിൾ റേസ്ഡ് കോൺസ്റ്റന്റ് ആണ്. ഇത് കോൺസ്റ്റന്റ് റേസ്ഡ് വേരിയബിൾ ആണ്. എക്സ് വേരിയബിൾ ആണ്, എ ഫിക്സഡ് നമ്പർ ആണ്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് റേസ്ഡ് വേരിയബിൾ ആണ്, എക്സ്പോണൻഷ്യൽ ടൈപ്പ് ആണ്. ഈ രണ്ടിനെ നമ്മുടെ കയ്യിൽ ഫോർമുല ഉണ്ട്. എന്നാൽ ഇത് ചെയ്യാൻ ഈ ഫോർമുല പറ്റില്ല, ഈ ഫോർമുലയും പറ്റില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവിടെ പവറിലുള്ള വേരിയബിൾ ആണ്, ബേസും വേരിയബിൾ ആണ്. ഇതിലും ബേസ് സൈൻ എക്സ് വേരിയബിൾ ആണ്, ബിക്കോസ് എക്സ് ഇസ് എ വേരിയബിൾ, കോസ് എക്സും വേരിയബിൾ ആണ്. ഫംഗ്ഷൻ റേസ് ടു ഫംഗ്ഷൻ അഥവാ വേരിയബിൾ റേസ് ടു വേരിയബിൾ വരുമ്പോ ഈ രണ്ട് ഫോർമുലയും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത്തരം ഡിഫറൻഷിയേഷൻ എങ്ങനെയാണ് ചെയ്യുക, അതാണ് ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം പറഞ്ഞ ഈ പ്രോബ്ലം നമ്മൾ ചെയ്തിട്ട് അതിന്റെ ഫോർമുല ഒന്ന് ബൈഹാർട്ട് ചെയ്യും വേണം. ബാക്കിയുള്ളതൊക്കെ പിന്നെ ചെയ്യാൻ പറഞ്ഞാൽ മതി. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുക? ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇവിടെ പ്രശ്നം പവറും വേരിയബിളും ബേസും പവറും വേരിയബിൾ ആയി പോയി എന്നതാണ് ഈ രണ്ട് ഫോർമുലയിലും വരാത്തത്. അപ്പൊ നമ്മൾ അതിനെ ചെയ്യാൻ പോകുന്നത് ലോഗിന്റെ സഹായത്തോടു കൂടി ആ പവർ ഒന്ന് ഒഴിവാക്കിയതിനു ശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്ഷന്റെ പേര് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ ലോഗിന്റെ സഹായത്തോടു കൂടി ചെയ്യുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ടാണ് ഇങ്ങനെ പേര് പറയുന്നത്. ലോഗ് നമ്മളെ എങ്ങനെയൊക്കെ സപ്പോർട്ട് ചെയ്യുക? ലോസ് ഓഫ് ലോഗരിതം. ലോഗരിതത്തില് നിയമങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ലോഗരിതം ഓഫ് എ പ്രൊഡക്റ്റ് ഇസ് ഈക്വൽ ടു സം ഓഫ് ദ ലോഗരിതംസ്. ഇൻറ്റു ചെയ്ത് ലോഗ് കണ്ടതിന് പകരം ലോഗ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. ലോഗ് m into n is equal to log m plus log n. ബേസ് ഏതായാലും കുഴപ്പമില്ല, നമ്മൾ നാച്ചുറൽ ബേസ് ആണ്. നമ്മൾ സാധാരണ ബേസ് എഴുതിയില്ലെങ്കിൽ ഏത് ബേസ് ആയാലും ലോഗ് എം എൻ ടു എനി ബേസ് എ ഇസ് ഈക്വൽ ടു ലോഗ് എം ടു ദ ബേസ് എ പ്ലസ് ലോഗ് എൻ ടു ദ ബേസ് എ ഇൻറ്റു ചെയ്ത് ലോഗ് കണ്ടതിന് പകരം ലോഗ് കണ്ടിട്ട് ആഡ് ചെയ്താൽ മതി. ഇതിപ്പോ രണ്ടെണ്ണത്തിന് പകരം മൂന്നെണ്ണം ആയാൽ മൂന്നെണ്ണം ലോഗ് കണ്ട് ആഡ് ചെയ്താൽ മതി. 4 പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ 4 ലോഗ് കണ്ട് ആഡ് ചെയ്താൽ മതി. അതങ്ങനെ എത്ര എണ്ണത്തിനും എക്സ്റ്റെൻഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ കേട്ടത് ലോഗിന്റെ കോഷ്യൻ റൂള്. ലോഗരിതം ഓഫ് എ കോഷ്യന്റ് എം ഡിവൈഡഡ് ബൈ എൻ ഇസ് ഈക്വൽ ടു log m minus log n. Logarithm of a quotient is equal to log of numerator minus log of denominator. Then power rule കിട്ടിയിരുന്നു. log of m raised to n is equal to n into log m. ഇതാണ് നമുക്ക് വളരെ സപ്പോർട്ട് ആയിട്ട് കിട്ടുക. വേരിയബിൾ റേസ് ടു വേരിയബിൾ വരുമ്പോൾ ലോഗ് എടുത്താൽ ഈ പവർ ഒഴിവായി കിട്ടും. n മുന്നിലേക്ക് വരും, n into log m. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതാണ് ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ. അപ്പോ നമ്മുടെ അടുത്തുള്ള y ഫംഗ്ഷൻ ഓഫ് എക്സിന്റെ കോലം
ഒരു ഫംഗ്ഷൻ യു ഓഫ് എക്സ്, അതിന്റെ പവറിൽ ഒരു ഫംഗ്ഷൻ വി ഓഫ് എക്സ്, നേരത്തെ കോസ് എക്സ് റേഷ്യോ സൈൻ എക്സ് ഒക്കെ പറഞ്ഞ മാതിരി വേരിയബിൾ റേസ്റ്റ് വേരിയബിൾ വരുമ്പോ നമ്മൾ ഇതിന്റെ രണ്ട് ഭാഗത്തും വൈന്ന് പേരിട്ടിട്ട് രണ്ട് ഭാഗത്ത് ലോഗ് എടുക്കും. ലോഗ് എടുക്കുമ്പോൾ സംഭവിക്കുക ലോഗ് വൈ ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് യു ഓഫ് എക്സ് റേസ് ടു വി ഓഫ് എക്സ്. അതായത് ലോഗ് വൈ ഇസ് ഈക്വൽ ടു, ഇവിടെയാണ് ലോഗരിതം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഈ പവർ മുന്നിലേക്ക് ഇൻറ്റു ആയിട്ട് വരും. വി ഓഫ് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് യു ഓഫ് എക്സ് വരും. അങ്ങനെ നമുക്ക് ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എക്സും വൈ ഒക്കെ പാടുള്ള ഒരു ഇക്വേഷൻ കിട്ടും. പവർ വേരിയബിൾ പവറിലുണ്ടായിരുന്നത് മാറി കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ രണ്ട് ഭാഗത്തും ശ്രദ്ധിച്ച് ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് സിംപ്ലിഫൈ ചെയ്ത് അതിൽ നിന്നും ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കാം. ഞാൻ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ മനസ്സിലാവും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഈ y is equal to f of x equal to u of x raised to v of x, where u of x and v of x are functions of x. We take logarithm on both sides and differentiate the implicit function so obtained to get dy by dx. Okay? അപ്പൊ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. d by dx of x raised to x എങ്ങനെയാണ് ചെയ്യുക? എന്താണ് ആൻസർ കിട്ടുക? കിട്ടുന്ന ആൻസർ ബൈഹാർട്ട് ചെയ്യും വേണം. നമുക്ക് പല സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. ഇതാണ് ഈ സെക്ഷൻ ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന പ്രോബ്ലം. ഞാൻ പറഞ്ഞ ഒരു പേര് വിളിക്കണം നമുക്ക് ലോഗരിതം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ സാധാരണ y എന്ന ലെറ്റർ കൊടുക്കും. y is equal to x raised to x. Taking log on both sides. രണ്ടു ഭാഗത്തും ലോഗരിതം എടുത്താല് log y is equal to വലത് ഭാഗത്ത് log of x raised to x. ദാറ്റ് ഈസ് ഒരു സ്റ്റെപ്പ് കൂടി എഴുതണം. ആ പവർ ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗ് എടുക്കുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ ഈ പവറിലുള്ള എക്സ് പവർ റൂൾ പ്രകാരം മുന്നിലേക്ക് വരും. എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആവും. ഈ പവർ ഇങ്ങോട്ട് വരും. ലോഗ് ഓഫ് എം റേസ് ടു എൻ ആണ്, എൻ ഇൻറ്റു ലോഗ് എം. ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സിലെ ഈ പവറുള്ള എക്സ് ആണ് ഈ വന്നത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ആ പ്രശ്നം, ഏത് പ്രശ്നം? വേരിയബിൾ റേസ് ടു വേരിയബിൾ എന്ന വിഷയം ഒഴിവായി കിട്ടി. ഇനി നമുക്ക് ഡി വൈ ബൈ എക്സ് ആണ് വേണ്ടത്. അപ്പോ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇതിന്റെ രണ്ട് സൈഡിലും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ. ഇവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ഇനി പറയും ലോഗ് വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോ ലോഗ് വൈന് ആദ്യം വൈ കൊണ്ട് ചെയ്യുമ്പോ 1/y കഴിഞ്ഞില്ല. ഇൻറ്റു വൈനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആവുക. വൈനെ എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ് ആണ് dy by dx. ക്ലിയർ അല്ലേ? ലോഗ് വൈൻ്റെ 1/y ഇൻറ്റു dy by dx. ഇവിടെ ശ്രദ്ധിക്കണേ, പ്രൊഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണം. എക്സ് ഫസ്റ്റ് ഫംഗ്ഷനും ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷനും എടുക്കും. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ, എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്, അത് 1/x കഴിഞ്ഞില്ല, പ്ലസ് പ്രൊഡക്റ്റ് ഉള്ള പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ എക്സിന് ഡെറിവേറ്റീവ്, എക്സിന് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1. ദാറ്റ് ഈസ് ഒരു സ്റ്റെപ്പ് കൂടി എഴുതുന്നു. 1/y dy by dx is equal to ഈ എക്സ് ക്യാൻസൽ ആവും. അപ്പൊ അവിടെ 1 പ്ലസ് ലോഗ് എക്സ്. therefore നമുക്ക് dy by dx ആ കിട്ടേണ്ടത്. അപ്പൊ ഈ 1/y അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോ y അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോ y ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഓക്കെ, ഈ വൈനെ മാറ്റാം. ആരാ y? എക്സ് റേസ് ടു എക്സ്. അപ്പൊ ആൻസർ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റില് 1 പ്ലസ് ലോഗ് എക്സ്. അപ്പൊ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എക്സ്, ആൻസർ എക്സ് റേസ് ടു എക്സ് ഓൾ ഇൻറ്റു ബ്രാക്കറ്റില്
1 plus log x. ഇത് നിങ്ങൾ ഒരു ഫോർമുല ആയിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. എക്സ് റേസ് ടു എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആൻസർ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റിൽ 1 പ്ലസ് ലോഗ് എക്സ്. ചിലപ്പോ ഇതിലെ ആൻസർ ഒന്നുകൂടി മാറ്റിയിട്ടോ, ഞാൻ കാണിച്ചുതരാം. ഇത് മതി, ഇത് ബൈ ഹാർട്ട് ചെയ്താൽ മതി. എന്നാൽ ഇതുകൂടി പരിചയപ്പെട്ട് വെക്കണം. എന്താണെന്നറിയോ, എക്സ് റേസ് ടു എക്സ് ഒന്നും ചെയ്യാനില്ല, ഇൻറ്റു ഈ 1നെയും കൂടി ലോഗ് നേരിട്ട് മൊത്തത്തിൽ ഒരു ലോഗ് ആക്കി വെച്ചിട്ടുണ്ടോ. 1നിപ്പോ എങ്ങനെ ലോഗായിട്ട് എഴുതുക? നമ്മൾ ഈ എഴുതുന്ന ലോഗിന്റെ ഒക്കെ ബേസ് നാച്ചുറൽ ലോഗാണ്, അഥവാ ഈ ബേസ് ആണ്. അപ്പൊ ഈ 1നെ നമുക്ക് ലോഗ് ഇ ടു ദ ബേസ് ഇ എന്ന് എഴുതാം, അഥവാ ലോഗ് ഇ എന്ന് എഴുതാം. ഇവിടെ ബേസ് ഇ ആണ്, ലോഗ് ഇ ടു ദ ബേസ് ഇ 1 ആണ്. ഒരു നമ്പറിന്റെ ലോഗ് ആ നമ്പർ തന്നെയാണ് ബേസ് എങ്കിൽ 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ലോഗിന്റെ എക്സ്പ്ലനേഷൻ. ഈ ലോഗ് എക്സ് ഇങ്ങനെ വെക്കാം. ക്ലിയർ അല്ലേ? 1ന്റെ പകരം എന്ത് എഴുതാം? ലോഗ് ഇ, ബിക്കോസ് ലോഗ് ഇ ടു ദ ബേസ് ഇ ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പൊ ഇതെങ്ങനെ ഒരു ലോഗ് ആവുക? ഇതെങ്ങനെ ഇപ്പൊ 2 ലോഗില്ലേ, ഇവിടെ 2 ലോഗില്ലേ? അവിടെയാണ് ലോഗിന്റെ പ്രൊഡക്റ്റ് റൂൾ റിവേഴ്സ് അപ്ലൈ ചെയ്യുക. ലോഗ് എം പ്ലസ് ലോഗ് എന്നിനെ ലോഗ് ഓഫ് എം എൻ എഴുതാം. എം എന്ന് പറയുമ്പോൾ ഇ ഇൻറ്റു എക്സ്. ഇങ്ങനെയും ചിലപ്പോൾ ആൻസർ എഴുതി വെച്ചിട്ടുണ്ടാവും. ഇ റൈസ് ടു എക്സ് അല്ല, ഇ ഇൻറ്റു എക്സ് കേട്ടോ. സോ നിങ്ങൾ ഇത് ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി, ഇങ്ങനെയും മാറ്റാം എന്ന് പറഞ്ഞോളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോർമുല നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇനി ഈ ഒരു കൺസെപ്റ്റ് കൂടെ കുറച്ചുകൂടി പ്രോബ്ലംസ് നമുക്ക് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് കംപ്ലീറ്റ് ആവില്ല, കാരണം അത് കുറച്ച് വലിയ സെക്ഷനാണ്, ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതൽ ഉണ്ടാവും. ഈ ക്ലാസ്സിൽ കുറച്ചുകൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിൽ ഒന്നാമത്തത് എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ്. 2 എക്സ് റേസ് ടു എക്സ് ഓൾ റേസ് ടു എക്സ്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയണം, നല്ല പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറയാം. 3rd one എക്സ് സ്ക്വയർ പ്ലസ് 1 ദ ഓൾ റേസ് ടു 2x മൈനസ് 3. 4 ലോഗ് എക്സ് റേസ് ടു സൈൻ എക്സ്. 5 എക്സ് റേസ് ടു കോസ് ഇൻവേഴ്സ് എക്സ്. 6 സൈൻ എക്സ് റേസ് ടു ടാൻ എക്സ്. ഇതൊക്കെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊന്ന് ചെയ്യുമ്പോൾ ആ ഒരു മെത്തേഡ് അങ്ങോട്ട് തെറോ ആവും. ശ്രദ്ധിക്കുക, ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ നമ്മള് ഈ 2 പ്രോബ്ലം ഞാൻ അടുപ്പിച്ച് പറയാൻ കാരണം ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ് ആണ്. ഇതോ എക്സ് റേസ് ടു എക്സ് ഓൾ റേസ് ടു എക്സ് ആണ്. നിങ്ങൾക്കറിയാം എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എ റേസ് ടു എം എൻ ആണ്, എം ഇൻറ്റു എൻ ആണ്. അപ്പൊ എക്സ് റേസ് ടു എക്സ് ഓൾ റേസ് ടു എക്സ് പറഞ്ഞാൽ എക്സ് റേസ് ടു എക്സിന്റെ എക്സ് അഥവാ എക്സ് റേസ് ടു എക്സ് സ്ക്വയർ ആണ്. എന്നാൽ ഇതോ ഇത് എക്സ് റേസ് ടു എക്സ് ആണ്. ഞാൻ എക്സാമ്പിൾ പറയുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണ്. 3 റേസ് ടു 3 റേസ് ടു 3 എക്സിന് ഓരോ നമ്പർ ഈസ് ഈക്വൽ ടു 3 റേസ് ടു 3 എന്ന് പറഞ്ഞാൽ 3 ക്യൂബ് 27 ആണ്. അപ്പൊ അതിന്റെ ആൻസർ 3നെ 27 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, 3 റേസ് ടു 3 ഓൾ റേസ് ടു 3. ഇത് 3 റേസ് ടു 3 ഇൻറ്റു 3, അത് 3 റേസ് ടു 9 ആണ്. ഇത് 3നെ 9 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇത് രണ്ടും 2 ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് ബ്രാക്കറ്റ് ഇട്ടേന് അവിടെ മീനിങ് വ്യത്യാസമുണ്ട്. ഓക്കെ, അത് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നാമത്തേക്ക് വരാം. പേരിടണം എന്ന് ഞാൻ പറഞ്ഞു. y ഈക്വൽ ടു എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ്. വേരിയബിൾ ആണ്, വേരിയബിളിന്റെ പവറിലൊക്കെ വേരിയബിൾ ഉണ്ട്. അപ്പോ ടേക്കിംഗ് ലോഗ് 2 ഭാഗത്ത് ലോഗ് എടുക്കുക. അപ്പൊ ലോഗ് y ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ്. ദാറ്റ് ഈസ് ലോഗ് y ഈക്വൽ ടു, ഇവിടെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ചില ആൾക്കാർക്ക് തെറ്റും. ഞാൻ ഇത് ലോഗ് എടുത്തിട്ട് 2 എണ്ണം എഴുതാം. അതിൽ ഏതാണ് ശരി അല്ലെ രണ്ടും ശരിയാണോ നിങ്ങളൊന്ന് ആലോചിക്കുക. ഒന്ന് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്, ഒന്ന് എക്സ് ഇൻറ്റു ലോഗ് ഓഫ് എക്സ് റേസ് ടു എക്സ്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലെങ്കിൽ രണ്ടും കറക്റ്റ് ആണ്? ഇത് കറക്റ്റ് ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും ഒന്നും കൂടി പവർ അപ്ലൈ ചെയ്യുമ്പോൾ ഈ എക്സ് വീണ്ടും വരും ഇൻറ്റു. അപ്പൊ എക്സിന്റെ എക്സ് ആവും ഇവിടെ. അപ്പൊ എക്സിന്റെ എക്സ് ആവുമ്പോ എക്സ് സ്ക്വയർ ലോഗ് എക്സ് ആവും. എക്സ് സ്ക്വയർ ലോഗ് എക്സ് കിട്ടണമെങ്കിൽ അത് ലോഗ് ഓഫ് ഇതല്ലേ എക്സ് റേസ് ടു എക്സ് സ്ക്വയർ.
എക്സ് റേസ് ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതല്ല, ഇതാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ. അപ്പൊ ഈ എഴുതിയത് തെറ്റാണ്. അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. ആ ബേസിൽ ഏറ്റവും അടിയിൽ അവിടെ വെച്ചിട്ട് മറ്റത് മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരണം. അപ്പൊ എക്സ് റേസ് ടു എക്സ് ഒന്നിച്ചിങ്ങോട്ട് വരണം. മറ്റത് മിസ്റ്റേക്ക് ആണ്. നമുക്ക് ഡിവൈ ബൈ എക്സ് ആ വേണ്ടത്. ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് വൈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, അപ്പുറത്ത് ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ലോഗ് വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് വൈ ആദ്യം വൈ കൊണ്ട് ചെയ്യുക 1/y ഇൻറ്റു വൈനെ എക്സ് കൊണ്ട് ചെയ്യുക dy ബൈ dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. എക്സ് ഫസ്റ്റ് ലോഗ് എക്സ് സെക്കൻഡ്, സോറി എക്സ് റേസ് ടു എക്സ് ഫസ്റ്റ് ലോഗ് എക്സ് സെക്കൻഡ്. അപ്പൊ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് 1/x, ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ലോഗ് എക്സ് ഇൻറ്റു എക്സ് റേസ് ടു എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ, അതാണ് ഞാൻ നേരത്തെ ബോക്സിൽ വരച്ചത്. എന്തായിരുന്നു? എക്സ് റേസ് ടു എക്സിനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ബ്രാക്കറ്റില് 1 log x. ഇന്ന് ഡിറൈവ് ചെയ്ത ഫോർമുല നേരിട്ട് ഉപയോഗിച്ചു. ദാറ്റ് ഈസ് 1/y ഇൻറ്റു dy ബൈ dx ഇസ് ഈക്വൽ ടു, ഹലോ, ഇവിടെ എക്സ് റേസ് ടു എക്സ് മേലെ എക്സ് താഴെ. നിങ്ങളൊന്ന് ആലോചിച്ചേ, എക്സ് റേസ് ടു n താഴെ മേലെ എക്സ് താഴെ ഉണ്ടെങ്കിൽ അത് എക്സ് റേസ് ടു n-1 ആണ്. അപ്പൊ എക്സ് റേസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് മോഡലാണ്. അപ്പൊ ഇത് എക്സ് റേസ് ടു 1 കുറയും x-1 പ്ലസ് ഈ എക്സ് റേസ് ടു എക്സ് ആദ്യം ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റില് ഒന്നും ചെയ്തില്ല, അതുകൊണ്ട് ആദ്യം ലോഗ് എക്സ് ഇൻറ്റു 1 log x. Therefore, dy by dx equal to dy by dx equal to എഴുതുമ്പോ ഈ 1/y അവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ y ഇൻറ്റു എക്സ് റേസ് ടു x-1 പ്ലസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു 1 log x. ആ വൈക്ക് പകരം നമ്മളത് എഴുതുക. എന്താ? എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ്, എക്സ് റേസ് ടു എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു x-1 പ്ലസ് എക്സ് റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ബ്രാക്കറ്റില് 1 log x. അത് വെച്ചാൽ മതി. അതാണ് ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ. ഓക്കെ, ഇനി രണ്ടാമത്തെ സോൾവ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ്. ലെറ്റ് y is equal to, ഇവിടെ ഏതാ ഫംഗ്ഷന്? എക്സ് റേസ് ടു എക്സ് ഓൾ റേസ് ടു എക്സ്. അതൊരു സ്റ്റെപ്പ് കൂടി എഴുതിയിട്ട് മുന്നോട്ട് പോയാൽ മതി. ദാറ്റ് ഈസ് y is equal to എങ്ങനെയായിരുന്നു? എക്സ് റേസ് ടു എം ഓൾ റേസ് ടു എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു എം എൻ. അപ്പൊ എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ്, എക്സ് ഇൻറ്റു എക്സ്. ദാറ്റ് ഈസ് y is equal to എക്സ് റേസ് ടു എക്സ് ഇൻറ്റു എക്സ് പറഞ്ഞാൽ എക്സ് സ്ക്വയർ. ഇനി ടേക്കിംഗ് ലോഗ്, രണ്ടു ഭാഗത്ത് ലോഗ് എടുക്കുമ്പോൾ ലോഗ് y is equal to log ഓഫ് എക്സ് റേസ് ടു എക്സ് സ്ക്വയർ. പവർ റൂൾ ഓഫ് ലോഗരിതം പ്രകാരം ആ പവറിലുള്ള എക്സ് സ്ക്വയർ മുന്നിലേക്ക് വരും. ദാറ്റ് ഈസ് ലോഗ് y is equal to എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. ഇനി ഇതിന്റെ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡി ബൈ ഡി എക്സ് ഓഫ് ലെഫ്റ്റ് സൈഡിലുള്ളത് ലോഗ് y ഈക്വൽ ടു അവിടെ ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു ലോഗ് എക്സ്. ഓക്കെ, ലോഗ് വൈനെ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y ഇൻറ്റു dy ബൈ dx. ലോഗ് y y കൊണ്ട് ചെയ്തു 1/y ഇൻറ്റു yന്റേത് dy ബൈ dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ എക്സ് സ്ക്വയർ ഫസ്റ്റ് ഫംഗ്ഷനും ലോഗ് എക്സ് സെക്കൻഡ് ഫംഗ്ഷനും. പ്രൊഡക്റ്റ് റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. അപ്പൊ എക്സ് സ്ക്വയർ ഇൻറ്റു സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ് അതിന്റെ ഡെറിവേറ്റീവ് 1/x പ്ലസ് സെക്കൻഡ് ഇൻറ്റു ലോഗ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. That is 1/y dy by dx equal to, ഇതിൽ ഒരു x ക്യാൻസൽ ചെയ്യുമ്പോൾ x ഉണ്ടാവും പ്ലസ് 2x ഇൻറ്റു ലോഗ് എക്സ്. അതിന് വേണമെങ്കിൽ x കോമൺ ഫാക്ടർ എടുത്താൽ 1 പ്ലസ് 2 ലോഗ് എക്സ്. ഇതിപ്പോ 1/y dy by dx ആണ്. Therefore dy by dx equal to y അങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ y ഇൻറ്റു x ഇൻറ്റു ബ്രാക്കറ്റിൽ 1 പ്ലസ് 2 ലോഗ് എക്സ്. yക്ക് പകരം x റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു x ഇൻറ്റു 1 പ്ലസ് 2 ലോഗ് എക്സ്. ലാസ്റ്റ് സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് എക്സ് റേസ് ടു എക്സ് സ്ക്വയർ ഇൻറ്റു ഒരു എക്സ്. അപ്പൊ എക്സ് റേസ് ടു എൻ ഇൻറ്റു എക്സ് എന്നുണ്ടെങ്കിൽ അത് എക്സ് റേസ് ടു n പ്ലസ് 1 ആണ്. അപ്പൊ എക്സ് റേസ് ടു എക്സ് സ്ക്വയർ എന്നതിന് പകരം എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് ആവുമ്പോൾ അത് എക്സ് റേസ് ടു എക്സ് സ്ക്വയർ പ്ലസ് 1 വേണമെങ്കിൽ എഴുതാം.
into 1 plus 2 log x. That is the answer. Second one. Okay, clear അല്ലേ? ഇനി മൂന്നാമത്തെ. Let y is equal to x square plus 1, the all raised to 2x minus 3. വേരിയബിൾ റേസ് ടു വേരിയബിൾ ഉണ്ട്, അപ്പൊ ലോഗ് എടുക്കണം. ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ പവറിലൊക്കെ എക്സ് ഉണ്ട്. ടേക്കിംഗ് ലോഗ് y is equal to log of x square plus 1 raised to 2x minus 3. That is log y is equal to, പറയൂ, എന്താ മുന്നിലേക്ക് വരാം? ആ പവർ ഉള്ളത് മൊത്തം മുന്നിലേക്ക് വരും. എന്താ പവർ ഉള്ളത്? 2x minus 3. അപ്പൊ അത് മൊത്തം വരുമ്പോ ഒരു ബ്രാക്കറ്റ് ഇടണം, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും. 2x minus 3 into log of x square plus 1. Okay. Differentiating both sides with respect to x. d by dx of log y equal to d by dx of 2x minus 3 into log of x square plus 1. 2x minus 3 into log of x square plus 1. That is d by dx of log y 1 by y into dy by dx equal to ഈ 2x minus 3 ഫസ്റ്റും ഈ log of x square plus 1 സെക്കൻഡും എടുത്തിട്ട് നിർബന്ധമായിട്ടും പ്രോഡക്റ്റ് കൂടെ അപ്ലൈ ചെയ്യാം. പറഞ്ഞു നോക്കാം. ഫസ്റ്റ് ഇൻറ്റു 2x minus 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഡെറിവേറ്റീവ് ഓഫ് log x square plus 1. ലോഗിൻ്റെത് 1 by x square plus 1 കഴിഞ്ഞില്ല, ഇൻറ്റു ഇനി ആരുടേതാ? ലോഗിൻ്റെത് 1 by, ഇനി അതിൻ്റെ ഉള്ളിലുള്ള x square plus 1 ഡെറിവേറ്റീവ് 2x പ്ലസ് സെക്കൻഡ് ഇൻറ്റു log of x square plus 1 into derivative of first. അല്ല ഫസ്റ്റ് 2x minus 3 അതിന്റെ ഡെറിവേറ്റീവ് 2x minus ഡെറിവേറ്റീവ് 2 into x ന്റേത് 1 minus 3 ന്റേത് 0. അപ്പൊ എന്തുണ്ടാവുള്ളൂ? 2. Therefore ഇതിന്ന് dy by dx എഴുതുമ്പോൾ y അങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ y all into ഇവിടെ ഈ 2x into ബ്രാക്കറ്റിൽ 2x minus 3 divided by x square plus 1 പ്ലസ് ഈ 2 ഇൻറ്റു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. ഇനി അടുത്ത സ്റ്റെപ്പിലേക്കുള്ള എഴുതുക, നോട്ട് എഴുതിയാൽ മതി. ഈ വൈക്ക് പകരം ഈ സാധനം എഴുതാം, എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു. അപ്പൊ ലാസ്റ്റ് ആൻസർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് 1 റേസ് ടു 2x minus 3 ഇൻറ്റു ഈ ബ്രാക്കറ്റിൽ തന്നെ വെച്ചാൽ മതി. ദാറ്റ് ഈസ് ആൻസർ. ഇനി നാലാമത്തെ വൈന്ന് പേരിടാം log x റേസ് ടു sin x. log x റേസ് ടു sin x നിർബന്ധമായിട്ട് ലോഗ് എടുക്കണം, കാരണം ലോഗിന്റെ വേരിയബിളിന്റെ പവറിൽ വേരിയബിൾ വരുന്നുണ്ട്. ടേക്കിംഗ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ് log y is equal to log of log x റേസ് ടു sin x. That is log y is equal to ഈ പവറുള്ള sin x ലോഗിന്റെ റൂൾ പ്രകാരം മുന്നിൽ വരും. sin x into log of log x. Okay. Differentiating with respect to x. d by dx of log y is equal to d by dx of sin x into log x. Okay. That is 1 by y dy by dx. നേരത്തെ വന്ന പോലെ തന്നെ 1 by y dy by dx ആണ്. log y നെ x കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ that is equal to പറയൂ അവിടെ പ്രോഡക്റ്റോട് നിർബന്ധ sin x ഫസ്റ്റ് ഫംഗ്ഷൻ log x സെക്കൻഡ് ഫംഗ്ഷൻ. ശ്രദ്ധിച്ചു പറയണേ. ഓക്കെ പറയൂ. ഫസ്റ്റ് ഇൻറ്റു sin x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, ഡെറിവേറ്റീവ് ഓഫ് log x. log x ഈ ലോഗിന് ആദ്യം ചെയ്യുമ്പോ 1 by log x ഇൻറ്റു വീണ്ടും log x ചെയ്യുമ്പോ 1 by x. ക്ലിയർ അല്ലേ? log x ന്റെ ഡെറിവേറ്റീവ് 1 by log x ഇൻറ്റു 1 by x പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log x ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് cos x. Therefore dy by dx equal to y അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം, ഒരു ബ്രാക്കറ്റിൽ ഇടണം. y all into ആണ്, എല്ലാവർക്കും y ഉണ്ട്. ഇവിടെ sin x ഡിവൈഡഡ് ബൈ x into log x പ്ലസ് log x into cos x. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതാം. ഈ y ക്ക് പകരം log x റേഷ്യോ sin x. അപ്പൊ ഈക്വൽ ടു
log x raised to sin x into sin x by x log x plus log x into cos x. അവിടെ വെച്ചാൽ മതി. ഓക്കെ, ഇനി അഞ്ചാമത്തത് let y is equal to x raised to cos inverse x. വേരിയബിൾ ആണ് x, cos inverse x വേരിയബിൾ ആണ്. അപ്പൊ വേരിയബിൾ റേസ്റ്റ് വേരിയബിൾ വരുന്നോണ്ട് നിർബന്ധമായിട്ട് ലോഗ് എടുക്കണം. അപ്പൊ ടേക്കിംഗ് log y is equal to log of x raised to cos inverse x. Okay, that is log y is equal to എന്താ സംഭവിക്കുക, ഈ പവറിലുള്ള സാധനം മുന്നോട്ട് വരുന്നല്ലേ പറഞ്ഞതേ. അപ്പൊ cos inverse x ഇങ്ങോട്ട് മുന്നിട്ട് വരുമ്പോ cos inverse x into അവിടെ ഉണ്ടാവുക log x. ഇനി നമുക്ക് dy by dx കിട്ടാൻ ഡിഫറൻഷിയേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു x. d by dx of log y is equal to right hand side d by dx of cos inverse x into log x. That is d by dx of log y പറഞ്ഞാല് 1 by y into dy by dx. ഇവിടെ പ്രൊഡക്റ്റ് റൂൾ നിർബന്ധമായിട്ട് അപ്ലൈ ചെയ്യണം, കാരണം ഇത് പ്രൊഡക്റ്റ് ആണ്. അതിന്റെ രണ്ട് വേരിയബിളുടെ പ്രൊഡക്റ്റ് ആണ്. cos inverse x ഫസ്റ്റും log x സെക്കൻഡും എടുക്കുക. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ cos inverse x into log x ന്റെ ഡെറിവേറ്റീവ് 1 by x. ഓക്കെ, പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log x into ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ cos inverse x ഡെറിവേറ്റീവ് -1 divided by root of 1 minus x square. Inverse trigonometric functions നമ്മൾ കണ്ടതാ. Therefore dy by dx equal to y all into ബ്രാക്കറ്റിൽ cos inverse x by x, ഈ മൈനസ് 1 വരുമ്പോ മൈനസ് log x divided by root of 1 minus x square. ഒരു സ്റ്റെപ്പ് കൂടി നിങ്ങൾ എഴുതുക. എന്ത്, y ക്ക് പകരം x raised to cos inverse x എഴുതുക. ഈ ബ്രാക്കറ്റിൽ തന്നെ വെക്കുക. ഓക്കെ, അത് ലാസ്റ്റ് പ്രോബ്ലം ആറാമത്തെ. sin x raised to tan x. Let y is equal to sin x raised to tan x. Taking log y is equal to പറഞ്ഞേ log of sin x raised to tan x. That is log y is equal to power ഇതിലേക്ക് വരും tan x into log sin x. Differentiating with respect to x, d by dx of log y is equal to d by dx of tan x into log sin x. That is 1 by y d by dx equal to ഇവിടെ പ്രൊഡക്റ്റ് റൂൾ tan x ഫസ്റ്റ് ഫംഗ്ഷൻ log sin x സെക്കൻഡ് ഫംഗ്ഷൻ പറഞ്ഞോളൂ. ഫസ്റ്റ് ഇൻറ്റു tan x ഇൻറ്റു d by dx ഓഫ് സെക്കൻഡ് log sin x ന്റെ ഡെറിവേറ്റീവ് log ന്റെ 1 by sin x ഇൻറ്റു കഴിഞ്ഞില്ല ഇൻറ്റു sin x ന്റെ ഡെറിവേറ്റീവ് cos x പ്ലസ് log sin x ഇൻറ്റു tan x ന്റെ ഡെറിവേറ്റീവ് c square x. tan x ന്റെ ഡെറിവേറ്റീവ് c square x. That is equal to tan x ഇൻറ്റു എടാ cos x by sin x നമുക്ക് എന്ത് വിളിക്കാം, cot x എന്ന് വിളിക്കാം. പ്ലസ് c square x ആഡ് ചെയ്താൽ c square x into log sin x. That is equal to tan x into cot x. റെസിപ്രോക്കൽ റിലേഷൻ പ്രകാരം tan x equal to 1 by cot x അല്ലേ. അപ്പൊ tan x into cot x എന്താവും, tan x into cot x 1 ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി 1 ആവും. 1 plus c square x into log sin x. Therefore dy by dx is equal to ഈ y അങ്ങോട്ട് ഇൻറ്റു ചെയ്യുമ്പോൾ y all into 1 plus c square x into log sin x all into bracket. ഇനി y എഴുതുക. y ക്ക് പകരം നിങ്ങൾ എഴുതിയാൽ മതി sin x raised to tan x എഴുതുക. sin x raised to tan x into 1 plus c square x into log sin x. അപ്പൊ ഇത് ഇത്രയും പ്രോബ്ലം നമ്മുടെ ഈ ക്ലാസ്സിൽ ചെയ്യുന്നത്. ഈ സെഷൻ കുറച്ചും കൂടി പ്രോബ്ലം ചെയ്യേണ്ടിണ്ട്. ഞാൻ പറഞ്ഞ തുടക്കത്തില് കുറച്ച് ഇമ്പോർട്ടന്റ് സെഷൻ ആണ്. കുറച്ച് കൂടുതൽ പ്രോബ്ലം പ്രാക്ടീസ് ചെയ്യാനുണ്ട്. കൂടുതൽ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.